സ്വന്തം ഭാര്യമാരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന, അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തുന്ന, എന്നിട്ട് ഓരോരുത്തരും അവരവരുടെ തിരക്കുകളിൽ അല്ലെങ്കിൽ ആത്മീയമായ മേഖലകളിൽ ഒക്കെ സഞ്ചരിച്ച് ഈ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളുടെ അവസ്ഥ, അത് പലപ്പോഴും പലയിടങ്ങളിലും നേരിട്ട് കാണുമ്പോഴൊക്കെ പലരും പറയാറുണ്ട്. പെണ്ണിൻ്റെയും മാതൃത്വത്തിൻ്റെയും സ്ത്രീയുടെയും ഒക്കെ വ്യത്യസ്തമായ ഭാവങ്ങൾ അയവിറക്കി മനോഹരമായ ഇംഗ്ലീഷ് കോട്ടുകളിട്ട് ഒക്കെ എഴുതി തിമിർക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ട മാനസിക രോഗികളുടെ എണ്ണത്തിൽ സ്ത്രീകൾക്കിടയിൽ വൻ വർധനയാണ് ഉണ്ടാകുന്നതെന്ന് മാനസിക രോഗ വിദഗ്ധന്മാരും സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. അത്തരം ഒറ്റപ്പെടുത്തലുകളെക്കുറിച്ച് ഈ സമൂഹം ഗൗരവമായി ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജീവിതത്തിൽ ഒന്നു ചേരുന്ന ഒരു ഉടമ്പടിയുടെ ഭാഗമായാണ് വിവാഹം നടക്കുന്നത്. ആ വിവാഹത്തിൽ പരസ്പരം ഒരു ആവറേജൊക്കെയേ ഇഷ്ടപ്പെടാനും തൃപ്തിയാവാനും സ്വീകരിക്കപ്പെടാനുമൊക്കെ കഴിയുകയുള്ളൂ എന്ന് മാത്രമല്ല, കാലത്തിൻ്റെയും പ്രായത്തിൻ്റെയും വിവിധ ഘട്ടങ്ങളനുസരിച്ച് അതിൻ്റെ ഭാവങ്ങളും രൂപങ്ങളുമൊക്കെ പലരിലും മാറ്റമുണ്ടാകാം, ചിലരിലൊക്കെ മാറ്റമില്ലാതെ തുടരുകയും ചെയ്യാം. ഇപ്പം നമ്മൾ വിവാഹം കഴിക്കുന്ന അതിൻ്റെ ആദ്യ നാളുകളിൽ നവദമ്പതികളുടെ മാനസിക വികാരത്തിൽ നിന്ന് പിന്നൊരു കുട്ടി ജനിക്കുമ്പോഴുണ്ടാകുന്ന അമ്മയിലേക്കും പിന്നീട് ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും യൗവനത്തിൻ്റെയും ഒക്കെ അവസ്ഥകളിലേക്ക് ഈ കുട്ടികളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഓരോ ഘട്ടങ്ങളിലും അവിടെയൊക്കെയും ജീവിതത്തിൻ്റെ റോളുകളും അതുപോലെ ഭാവങ്ങളും വികാരങ്ങളും ഒക്കെ മാറ്റപ്പെടുകയും പുനർരചിക്കുകയും കയറ്റിറക്കങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ആത്യന്തികമായി ജീവിത പങ്കാളികൾക്കിടയിൽ പരസ്പരം തങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാണ് തങ്ങളുടെ പങ്കാളി എന്ന ആ ബോധ്യം, അത് അനുഭവവേദ്യമാകേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നൊരു രീതി എന്തെന്ന് ചോദിച്ചാൽ, ഇത്തരം പാരസ്പരികത നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ചിലപ്പോൾ ചെറിയ കാരണങ്ങൾക്കോ അല്ലെങ്കിൽ കാരണങ്ങളില്ലാതെയോ അല്ലെങ്കിൽ ആത്മീയ മേഖലയുടെ ഒരു വലിയ അനുഭൂതിയുടെ ഏതോ അഗാധ തലം മുങ്ങിത്തപ്പുന്നത് പോലെ ഒരു സ്ത്രീ എന്ന ഭാവത്തിൽ, ഒരു മനുഷ്യ സ്ത്രീ എന്ന ഭാവത്തിൽ കാണേണ്ട സ്വന്തം ഭാര്യയെ അങ്ങനെ കാണാതെ മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. മക്കളൊക്കെ വളർന്നു, വിവാഹം കഴിച്ചു, അവരിരുവരും അവരുടെ കുടുംബജീവിതവും സന്തോഷങ്ങളുമായി ഒന്നെങ്കിൽ വിദേശത്ത് അല്ലെങ്കിൽ നാട്ടിൽ തന്നെ അകലെ ഒക്കെ ആകുമ്പോൾ പിന്നീട് യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു രണ്ടാം മധുവിധു എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു 60കളിലേക്കൊക്കെ എത്തുന്ന സമയങ്ങളിലാണ് സ്വാഭാവികമായി ഉണ്ടാകേണ്ടത്. കാരണം അവിടെ പരസ്പരം രണ്ടുപേർക്കും ഈ ആദ്യഘട്ടത്തിൽ നവദമ്പതികളാകുന്നത് പോലെയുള്ള ഒരു പാരസ്പരികതയുടെ ഒരു ഡിപ്പെൻഡബിലിറ്റിയുടെ ആവശ്യം വളരെ കൂടുതലുണ്ട്. കാരണം ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ മക്കളെ കേന്ദ്രീകരിച്ചും അവർക്ക് വേണ്ടിയുള്ള പരിചരണങ്ങളും മറ്റ് സന്നാഹങ്ങളുമൊക്കെയായി ഭാര്യ തുടരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ധനസമ്പാദനവും ബാക്കിയുള്ള കാര്യങ്ങളുമായി ഭർത്താവ് മറ്റൊരു മേഖലയിലൊക്കെ വ്യാപരിക്കുമ്പോൾ അകന്നു പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഊഷ്മളത കുറയുകയോ ഒക്കെ ചെയ്യുന്ന ബന്ധങ്ങളെ പിന്നീട് ചേർത്ത് പിടിക്കേണ്ടത് ഈ വാർദ്ധക്യകാലത്തിൻ്റെ അല്ലെങ്കിൽ 55-60കൾ പിന്നിടുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ്. എന്നാൽ ആ ഘട്ടത്തിൽ ഈ പറയുന്ന ഭാര്യയെ പാടെ അങ്ങ് ഒഴിവാക്കി തനിച്ചാക്കി മക്കളൊക്കെയും അവരുടെ സന്തോഷത്തിൻ്റെ ലോകത്തും ഭർത്താവ് അദ്ദേഹത്തിന് ശരിയെന്ന് വിശ്വസിക്കുന്ന കുറച്ച് അളവുകോലുകളുടെ മാനദണ്ഡങ്ങളും സ്വീകരിച്ച് അവരെ ഒറ്റപ്പെടുത്തുന്നതിൽ എന്ത് നീതിയാണുള്ളത്? ഈ പറയുന്ന പടച്ചവനിലേക്ക് അടുക്കുന്നു എന്ന പേരിൽ ഭാര്യയെ ഒഴിവാക്കാനോ താഴ്ത്താനോ എവിടെയാണ് മാതൃകയുള്ളത്? ഏത് പടച്ചവനാണ് അങ്ങനെ പറഞ്ഞത്? ഏത് പ്രവാചകൻ്റെ ജീവിതത്തിലാണ് അങ്ങനെ ഒരു മാതൃകയുള്ളത്? ഒരിക്കലുമില്ലെന്ന് മാത്രമല്ല, സ്വന്തം ഭാര്യയുടെ സന്തോഷങ്ങളും അതുപോലെ തന്നെ വികാരങ്ങളും അതുപോലെ തന്നെ വിഷമങ്ങളുമൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ഭർത്താവിൻ്റെ ഒരു ബാധ്യത കൂടിയാണ്. അതിനപ്പുറം ഞാൻ രാവിലെ തഹജ്ജുദ് നിസ്കരിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള നിസ്കാരം ലുഹ നിസ്കരിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് പ്രഭാതം നിസ്കരിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് സുന്നത്തുകളും ഫർളുകളും നിസ്കരിക്കുന്നു, പിന്നെ ഉള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ നോമ്പ് പിടിക്കുന്നു, പിന്നെ ഞാനങ്ങ് മക്കയിലും മദീനയിലും തന്നെ കഴിഞ്ഞുകൂടുന്നു അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് കഴിഞ്ഞുകൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കാതെ ഇതിനൊക്കെയുള്ള സമയം കണ്ടെത്തേണ്ടതായിരുന്നു ആവശ്യം. എന്നാൽ വിവാഹം കഴിച്ചാൽ തൻ്റെ ഇണയുടെ
മാനസിക ശാരീരിക അവസ്ഥകൾ എന്താണ്, ആ അവസ്ഥകളിലേക്ക് ഒന്ന് പരിശോധിക്കുകയും അതിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഇനി താൻ നിൽക്കുന്ന പ്ലെയിനാണ് അതിൻ്റെ ശരിയായ സ്ഥലമെങ്കിൽ അവിടേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമം കൂടി നടത്താതെ ഇല്ല കയറ് പൊട്ടിച്ചു പോകുന്ന കാളയെപ്പോലെ എവിടെയെങ്കിലും അങ്ങ് പോയി അപ്രത്യക്ഷമാവുകയും അതിൻ്റെ മാനസിക സമ്മർദ്ദം മുഴുവൻ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടിയും വരുന്ന ഒരു സ്ഥിതിവിശേഷം അതൊരു ശരിയായ കാര്യമല്ല. ഒരുപക്ഷേ ശാരീരികമായ വികാരങ്ങളോ അല്ലെങ്കിൽ അത്തരമോ കാര്യങ്ങൾക്കപ്പുറത്ത് മാനസികമായി തൻ്റെ ഒപ്പം തൻ്റെ ഇണയുണ്ട് അല്ലെങ്കിൽ പങ്കാളിയുണ്ട് എന്ന് അവർക്ക് സ്വയം അനുഭവപ്പെടേണ്ട അല്ലെങ്കിൽ അനുഭവപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഈ ഭർത്താവിനുണ്ട് എന്നുള്ളത് ഒരിക്കലും മറന്നുപോയിക്കൂടാ. ഇത് ഞാൻ പൊതുവിൽ പറയാൻ കാരണം പലപ്പോഴും ഇവിടെ നേരിട്ട് കൗൺസിലിങ്ങിന് വരുന്നവരും അതുപോലെ തന്നെ നമ്മൾ പലയിടങ്ങളിലും വെച്ച് കാണുമ്പോൾ വനിതാ ദിനവുമായി ഒരിടത്ത് സംസാരിക്കാൻ പോകുമ്പോഴും ഒന്ന് രണ്ട് പേർ മാറ്റി നിർത്തി പറഞ്ഞ ഒരു കാര്യം ജീവിതത്തിലെ ഈ ഒറ്റപ്പെടലാണ്. അവരുടെ നല്ല പ്രായം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ച് ഒരു മതിൽക്കെട്ടിനകത്ത് ഒരു മുറിക്കകത്ത് കഴിഞ്ഞുകൂടിയവർ നിങ്ങൾക്കൊരുപാട് സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉള്ളപ്പോൾ മാനസികമായെങ്കിലും അവരെ ഒപ്പം കൂട്ടാൻ ചേർത്ത് പിടിക്കാൻ കൂടെയുണ്ടെന്ന് അവർക്ക് വിശ്വാസയോഗ്യമാംവിധം അവരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കാണിക്കുന്ന ദീനീ പ്രവർത്തനവും അല്ലാതെ ബാക്കിയുള്ള എന്ത് കാര്യങ്ങളും ഒരു പരാജയമാണെന്നുള്ള കാര്യത്തിൽ സ്വയം വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിലൊരു പുനരാലോചനയും പുനർവിചിന്തനവും ആവശ്യമാണെന്ന് മാത്രം തൽക്കാലം പറയട്ടെ.